വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്തായാലും നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു വീടിൻ്റെ എനർജി നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു റീഡിംഗ് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ എനർജിയെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ ഇടപെടുന്ന ആൾക്കാരും നിങ്ങൾ താമസിക്കുന്ന അറ്റ്മോസ്ഫിയറുമാണ്. അപ്പോൾ ഇത് നിങ്ങളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജിയിൽ എന്ത് ചേഞ്ചാണ് നിങ്ങളുടെ വീട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. നിങ്ങൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് വെറും ചുമരുകളും അതുപോലെ ഫർണിച്ചറുകളും കൊണ്ട് നിറഞ്ഞ ഒന്നും മാത്രമല്ല. അവിടെ നിങ്ങളുടെ സന്തോഷങ്ങളുണ്ട്, നിങ്ങളുടെ വിഷമങ്ങളുണ്ട്, നിങ്ങൾ അനുഭവിച്ച പ്രാർത്ഥനകളുണ്ട്, നിങ്ങൾ അനുഭവിച്ച ഓർമ്മകളുണ്ട്, എല്ലാം തന്നെ അവിടെയുണ്ട്. എല്ലാം ആ ഒരു സ്പേസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. എന്ത് എനർജിയാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, അല്ലെ ന്യൂട്രൽ ആണോ, അങ്ങനെ ഏത് എനർജിയാണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല, റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക. Six of Cups, Ten of Pentacles, Nine of Swords, Emperor, Page of Pentacles, Two of Wands, Two of Pentacles, Page of Swords, Hierophant, King of Pentacles, King of Swords. Bottom of the deck, Knight of Pentacles. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് രണ്ട് കാർഡ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. 6 ഓഫ് കപ്സും 10 ഓഫ് പെൻറ്റക്കിൾസും. ഈ രണ്ട് കാർഡ് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പൂർവികരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൂർവികരുടെ ബ്ലെസ്സിങ് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് കാർഡ്സ് അത് കൺഫേം ചെയ്യുന്ന കാർഡ്സാണ്. ഇതിൽ ഒരു കാർഡാണ് വന്നതെങ്കിൽ ഒരു ചാൻസ് എന്നേ പറയാൻ പറ്റൂ. പക്ഷെ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫർമേഷനാണ് കാണിക്കുന്നത്. അത്രയും പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്, അത്രയും ഒരു നിങ്ങളോടുള്ള ഒരു ബ്ലെസ്സിങ് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ ഏതോ ഒരു ആഗ്രഹം ഫുൾഫിൽ ആകാനും ഉണ്ട്. അത് നിങ്ങളിലൂടെ ആവണമെന്നാണ്. അതായത് നിങ്ങളിലൂടെ എന്നല്ല, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ, അത് നിങ്ങളാണ് വീട്ടിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആളെങ്കിൽ ആ ഒരു വ്യക്തിയിലൂടെ മാനിഫെസ്റ്റ് ആകണം, ഫുൾഫിൽ ആകണം എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത്. അവരിൽ എന്തോ ഒന്ന് ബാലൻസ്ഡ് ആവാതെ പോയിട്ടുണ്ട്. നിങ്ങളുടെ പൂർവികരിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ബാലൻസ്ഡ് ആവാതെ പോയ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എനർജി കാണിക്കുന്നത് വെച്ചാൽ നിങ്ങളിലൂടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് പാരമ്പര്യമായിട്ട് കൈമാറിയ വീടാകാനുള്ള ചാൻസ് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറിയിട്ടുള്ള വീട്ടിലല്ല, ഒരു പുതിയ വീടെടുത്ത് താമസിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആ പഴയ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, അതിന്റെ ഓർമ്മകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അത് ഹോണ്ട് ചെയ്യാനുള്ള കാരണം പൂർവികര് നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ എന്തോ അവർക്ക് പൂർത്തിയാകാത്ത കാര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു വീടിന്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ എനർജിയിൽ ഭയങ്കരമായിട്ട് ആ പൂർവികരുടെ സ്വാധീനം കാണിക്കുന്നുണ്ട്. പഴയ വീട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പൂർവികര് എന്തോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതും കൂടി നിങ്ങളുടെ ഒരു വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്രത്തോളം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. പൂർവികരുടെ എനർജി വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട്. അത് നിങ്ങളുടെ എനർജിക്കും ബാധിക്കുന്നുണ്ട്. അത് മോശം രീതിയിലല്ല, വളരെ നല്ല രീതിയിലാണ് അത് നിങ്ങളെ ബാധിക്കുന്നത്. പിന്നെ ഇവിടെ എംപറർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്, ഹയറോഫന്റ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് അവരിൽ ആരെങ്കിലും ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം. അത് ഒരു മാസ്കുലൈൻ പവറുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ സ്ത്രീ ആണെങ്കിൽ പോലും ചില സമയം നിങ്ങൾ ഒരു പുരുഷന്റെ എനർജി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക, ഒരു മാസ്കുലൈൻ പവർ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു മാസ്കുലൈൻ എനർജിയിൽ നിൽക്കുന്ന ഒരാള് ആചാരങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ആളെ കാണിക്കുന്നുണ്ട്. അതുപോലെ
ആ ആചാരങ്ങള് പൂർവികരുടെ ഭാഗത്ത് നിന്ന് പൂർവികരിൽ ആരെങ്കിലും ഒരാൾ ഒരുപാട് ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമുള്ള തലമുറകൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഫോളോ ചെയ്യേണ്ട ഒരു ഇതും കൂടി കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഇത് പൂർവികരുടെ ശക്തമായിട്ടുള്ള സ്വാധീനം കാണിക്കുന്നത്. അവരെന്താണോ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പൂർവികരുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സിസ്റ്റം സ്പിരിച്വൽ സിസ്റ്റത്തിലാണ് ഉള്ളതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഏതെങ്കിലും സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പൂർവികർ ആരോ പിന്തുടർന്ന പാതയാണ്. ആ പാത നിങ്ങളിലേക്കും വന്നതാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നല്ല രീതിക്ക് തന്നെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വീടാണ്. പ്രാർത്ഥന, അതുപോലെ പൂജ, ദൈവവിശ്വാസം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീടിന്റെ എനർജി നല്ല രീതിക്ക് നല്ലൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങളുടെ വീടിനും കൂടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീടിനും കൂടി അത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ആൻസിസ്റ്റേഴ്സിന്റെ എനർജി കൂടി നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ എനർജി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മോശമായിട്ടുള്ള രീതിയിലല്ല, നല്ല രീതിയിലാണ്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. പക്ഷെ അത് നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ മോശം നെഗറ്റീവ് എനർജീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ല കാണിക്കുന്നത്. മറിച്ച് അൺസോൾവ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ എന്തെങ്കിലും സോൾവ് ചെയ്യാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ അനുഭവിക്കുന്നുണ്ടാകാം, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. അവിടെ അൺസോൾവ്ഡ് ആയിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. അത് ഓർത്ത് രാത്രി ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അത് ഓർത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അത് നിങ്ങളുടെ വീടിനെ കൂടി ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറിച്ച് അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്, നിങ്ങൾക്ക് സ്പിരിച്വൽ പ്രൊട്ടക്ഷനും ഉണ്ട്, അത് മാത്രമല്ല ആൻസിസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സോൾവ് ചെയ്തിട്ടില്ലെങ്കിലും ആ സോൾവ് ചെയ്യപ്പെടാത്ത ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്തത്. അതല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം വരേണ്ടതാണ്. പക്ഷെ അത് വരാത്തതിന് കാരണം സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉള്ള വീടായതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന് കാരണം ആ ഒരു നെഗറ്റീവ് എനർജി അല്ല 9 ഓഫ് സോഡ്സ് കാണിക്കുന്നത്. നെഗറ്റീവ് എനർജി എന്നതിലുപരി നിങ്ങളുടെ അൺസോൾവ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരുടെയെങ്കിലും അൺസോൾവ്ഡ് അല്ലാത്ത കുറെ പ്രോബ്ലംസിനെയാണ് കാണിക്കുന്നത്. അത് ഓർത്തിട്ടുണ്ടാവുന്ന മാനസിക പ്രശ്നത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് ഓർത്തിട്ട് നിങ്ങൾക്ക് ശരിക്ക് അതിനേക്കാൾ വലിയ ഇപ്പൊ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നത്തെക്കാൾ വലിയ കാര്യങ്ങൾ വരേണ്ടതാണ്. പക്ഷെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉള്ള വ്യക്തി ആയതുകൊണ്ടും ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്ങും എനർജിയും ആ വീട്ടിലുള്ളത് കൊണ്ടും വലിയ രീതിക്ക് കാര്യം മോശമാകാതെ മാനേജ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് പറ്റും. ആരാണോ ആ ഒരു സിറ്റുവേഷനിലുള്ളത്, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കാം, അവർക്ക് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് പുതിയ അവസരങ്ങളെ കാണിക്കുന്നതാണ്. അത് പുതിയ ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, പുതിയ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നുണ്ട്. ആ ഒരു തുടക്കം വരുന്നത് വീട്ടിന്റെ ആ ഒരു എനർജി കൊണ്ടാണ് ആ ഒരു പുതിയ തുടക്കം കാണിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സ്, അതുപോലെ 2 ഓഫ് പെൻഡക്കിൾസ്, രണ്ടും നമ്പർ 2 ആണ്. അത് രണ്ടും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അത് രണ്ട് വഴികൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ടാകാം. മേ ബി അത് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്തിലേക്കെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ഓഫർ വന്ന് 2 ജോബ് ഓഫർ വന്നിട്ട് അതിലേത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തോ 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾക്കിടയിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷനിലുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കാം. അപ്പം മുന്നിൽ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇൻകം, എക്സ്പെൻസ്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വരവും ചെലവും തുല്യമാകാതെ വരവ് കൂടിയിട്ടും ചെലവ് കുറച്ചിട്ടും കൊണ്ടുവരണം. അതിനൊരു ബാലൻസ് എപ്പോഴും ഉണ്ടാകണം. പിന്നെ വിദേശത്ത് പോകുക, അതുപോലെ യാത്ര ചെയ്യുക, പിന്നെ പുതിയ വീട് അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും പുതുക്കി പണിയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്ന ഒരു സമയമായിരിക്കാം. അപ്പം അത് ഏകദേശം നടക്കേണ്ട ഒരു സമയമായിട്ട് വരുന്നുണ്ട്. പുതിയൊരു തുടക്കം ഇവിടെ കാണിക്കുന്നുണ്ട്. വീടിന് ചെറിയ രീതിക്കുള്ള ദൃഷ്ടിദോഷം കൂടി കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ വീടിനോട് അസൂയപ്പെടുന്ന, നിങ്ങളിപ്പോൾ പുതിയ വീടെടുത്ത് താമസിച്ചിട്ട് അതിന് അസൂയുള്ള കുടുംബക്കാരുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു തറവാടുമായിട്ട് നിങ്ങൾക്ക് തറവാട്
പരമായിട്ട് ഒരു പൂർവികമായിട്ട് കൈമാറിയിട്ട് വന്ന ആ ഒരു വീടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെയോ ഒരു മറ്റുള്ളവർ ആ വീട് നിങ്ങൾക്ക് ഷെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അവകാശപ്പെട്ട ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വരുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം അവിടെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ എത്ര നെഗറ്റിവിറ്റി മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വന്നാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി തന്നെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വന്നാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോലും നിങ്ങൾ അധികം അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കുള്ളിൽ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹൈറോഫൻറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഗുരുവിനെയും ചില സമയം കാണിക്കാറുണ്ട്. അതായത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തി തന്നെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും നിങ്ങൾ അത്ര ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യം ഇവിടെ ഇല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിക്ക് ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അവരാണ് നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ അടിത്തറ. അവർക്ക് സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അത് ഒരു മാസ്കുലൈൻ എനർജീനെയാണ് കാണിക്കുന്നത്. അതായത് സ്ത്രീ ആണെങ്കിലും ആ ഒരു സ്ത്രീ ഒരു മാസ്കുലൈൻ പവറിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു ആളാണ് ഈ ഒരു വീടിൻ്റെ ഒരു നെടുംതൂണ് എന്ന് പറയാൻ പറ്റും. ഐ മീൻ ചില ആൾക്കാർ ആയിരിക്കും ആ ഒരു വീടിൻ്റെ എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലേ. അത് ചില സ്ത്രീകളായിരിക്കാം, ചില പുരുഷന്മാരായിരിക്കാം. പക്ഷെ ആ ഒരു ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങളുടെ വീടും നിങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ട് വന്നിട്ടുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ട് വന്നിട്ടുണ്ട്. മേ ബി പുറത്തുള്ള ലീഡർഷിപ്പ് ഒന്നും ആയിരിക്കില്ല. ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള ഭയങ്കര പക്വതയുള്ള കുറച്ച് ഈഗോയിസ്റ്റിക് ആയിരിക്കും ആള്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. ഈഗോ എന്ന് പറയുന്നത് ചില സമയം അതൊരു സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും. ചില ആൾക്കാർ സെൽഫ് റെസ്പെക്റ്റിനെ ഈഗോ ആയിട്ടും കാണാറുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരാളുടെ പിന്നാലെ നടന്ന്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ഒരാളുടെ എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് അത് ഇതെന്ന് ചോദിച്ച് നമ്മൾ അവരുടെ പിന്നാലെ നടക്കും. പക്ഷെ നമ്മൾ ഒരു സമയത്ത് മനസ്സിലാക്കും അവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല, അവർ അവോയ്ഡ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ പിന്മാറുന്ന സമയത്ത് നമ്മൾ അവിടെ ഹേർട്ട് ആവരുത് എന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ പിന്മാറുന്നുണ്ടാവും. പക്ഷെ അവരതിനെ ഈഗോ ആയിട്ടായിരിക്കും കണക്കാക്കുന്നുണ്ടാവുക. അവർക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റിയോ കേപ്പബിലിറ്റിയോ ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട്. ഒരാളാണ് ഇതിൻ്റെ മെയിൻ നിങ്ങളുടെ വീടിൻ്റെ നെടുന്തൂണായിട്ട് കാണിക്കുന്നത്, അതായത് ഒരു മാസ്കുലൈൻ പവറുള്ള ഒരു ആൾ. അപ്പം രണ്ടും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആൾക്കാരുള്ളത് ഇവിടെ. അത് വീടിൻ്റെ ഒരു എനർജി ബാലൻസ് ആവുന്നതാണ് ഇവിടെ. കാരണം ഈ മാസ്കുലൈൻ എനർജിയിൽ നിൽക്കുന്ന ഈ വ്യക്തിൻ്റെ എനർജി ഒരു ഫെമിനൈൻ്റെ ഇതിൽ ബാലൻസ്ഡ് ആയാൽ മാത്രമാണ് ആ വീട് നന്നായിട്ട് പോകുക. അപ്പോൾ അതിന് ആ ഒരു ഫെമിനൈൻ വോണ്ടഡ് ഫെമിനൈൻ്റെ ഒരു എനർജി നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു വോണ്ടഡ് ഫെമിനൈൻ ഉള്ള ആളുടെ ഒരു എനർജിയാണ് ഇവിടെ നൈൻ ഓഫ് സോൾസ് വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അൺസോൾവ്ഡ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും പ്രോബ്ലത്തിലൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വോണ്ടഡ് ഫെമിനൈൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പം ആ രണ്ട് എനർജി അവിടെ മസ്റ്റാണ്. കാരണം ഒരു മാസ്കുലൈൻ മാത്രമായിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവനവൻ്റെ ഉള്ളിൽ ആ മാസ്കുലൈൻ ആയിട്ട് നിൽക്കേണ്ട ആളുടെ ഉള്ളിൽ ഫെമിനൈൻ ബാലൻസ്ഡ് ആവണം. അത് പക്ഷെ പുറത്താണ് ഫെമിനൈൻ ഉള്ളതായിട്ട് കാണിക്കുന്നത്. അത് വോണ്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ആൾക്കാരുടെ ഒരു എനർജി നിങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വീടിനൊരു സാമ്പത്തിക അടിത്തറയുള്ളൊരു വീടാണ്. പക്ഷെ ആ ഒരു നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം. ബട്ട് അത് സ്ലോ ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സങ്ങളാണ്. കാരണം പെട്ടെന്ന് ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് മാറി മറിയുന്ന രീതിയിലല്ല, ഒരു അടിത്തറ ഉണ്ടാക്കിയിട്ട് ഉയർന്നു വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. പിന്നെ ഫിനാൻഷ്യലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാക്കി തരുന്ന തരം എനർജി. അതുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസ്. മീൻസ് നിങ്ങളെ ആ വീടുള്ള ഭൂമി ഭയങ്കര ഒരു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ഭൂമിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചിലതരം നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും മെയിൻലി ആ ഒരു ഭൂമിൻ്റെ എനർജി എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റിയാണ്. അപ്പോൾ ആ ഒരു പ്രോസ്പെരിറ്റിയിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്ലോ ആയിരിക്കും. പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ച് അല്ല, സ്ലോ ആണ്. അപ്പോൾ സ്ലോ ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ പിന്മാറാൻ പാടില്ല. നിങ്ങൾ കാണുന്ന ഈ സ്ലോ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോ ആണ്. അപ്പം മെയിൻലി നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ എനർജി എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട്
വരേണ്ട ഒരു എനർജിയാണ്. അതുപോലെ പൂർവികരുടെ സംരക്ഷണം, ദൈവിക സംരക്ഷണം ഹൈലി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ആചാരങ്ങൾ, പഴയ ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ള ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ അത് മതപരമായിട്ട് പോകാത്തതായിരിക്കും ബെറ്റർ. നിങ്ങളുടേതായിട്ടുള്ള കാലത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റം വേണം. പഴയ ആൾക്കാർ മതപരമായിട്ടുള്ള ആചാരങ്ങളാണ് ഫോളോ ചെയ്തതെങ്കിൽ കാലത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ഒരു റൊട്ടീനൊക്കെ ഫോളോ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ എനർജി, വീട്ടിലുള്ള ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ഹൈ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സാമ്പത്തിക ഉന്നതിയാണ്. ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക വളർച്ച ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കുടുംബത്തിൽ, അതായത് കുടുംബ ബന്ധങ്ങൾക്ക് ഭയങ്കര ഒരു ഉറപ്പ് വരുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി നല്ല സ്റ്റേബിൾ ആയിട്ട് വരുകയും ചെയ്യും. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം വരും എന്നാണ് കാണിക്കുന്നത്. പിന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേണ്ട ഒരു സമയം കൂടിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ വീടിൻ്റെ എനർജിയാണ് നോക്കുന്നതെങ്കിലും ഇപ്പം ആ വീടിൻ്റെ എനർജിയിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അനാവശ്യമായിട്ടുണ്ടാകുന്ന ഓവർ തിങ്കിങ്, ഇത് കുറച്ചാൽ തന്നെ നിങ്ങളുടെ എനർജി നല്ലൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരും. ആ വീട് നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ ആ ഓഫറൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാനും പറ്റും. അതൊക്കെ നിങ്ങൾക്ക് അനുഭവ യോഗത്തിൽ വരുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.